ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ഗൗതം റിയാക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ യൂസ് ചെയ്ത് ഒരു മാസമായിട്ട് യൂസ് ചെയ്ത് അപ്പം നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാര്യം പ്രത്യേകിച്ച് ബോയ്സിന്, അതായത് സ്കിൻ കെയർ എന്നത് ബോയ്സ് അധികം കെയർ ചെയ്യാത്തൊരു കാര്യമാണ്. അതായത് ഗേൾസിന് വേണ്ടിയിട്ടാണ് സ്കിൻ കെയർ എന്നുള്ളത് പൊതുവായ ഒരു ധാരണ ബോയ്സിൻ്റെ ഇടയിലുണ്ട്, സമൂഹത്തിൻ്റെ ഇടയിലുണ്ട്. എന്നാൽ സ്കിൻ കെയർ എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ്. അതായത് അവരവരുടെ സ്കിന്നിനെ പരിപാലിക്കുന്നതും അതേപോലെ കാത്തു സൂക്ഷിക്കേണ്ടതും ഓരോരുത്തരുടെയും കടമയാണ്. നമ്മൾ ബോയ്സ് പൊതുവെ ഹെൽത്ത് കെയർ നോക്കാറുണ്ട്, ബോഡിയൊക്കെ നല്ലോണം ശ്രദ്ധിക്കാറുണ്ട്, ജിമ്മിലൊക്കെ പോയും ഡയറ്റൊക്കെ ചെയ്തും നല്ല രീതിക്ക് നോക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും അവരവരുടെ ഫേസോ അല്ലെങ്കിൽ അവരുടെ സ്കിന്നോ ഒന്നും നോക്കാറില്ല. ഇപ്പം എൻ്റെ കേസിലെടുത്താൽ തന്നെ ഞാൻ മുമ്പ് ജിമ്മിലൊക്കെ പോവുകയും ഹെൽത്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും എൻ്റെ മുഖമോ അല്ലെങ്കിൽ സ്കിന്നോ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഞാനിപ്പം ജോലിക്ക് പോകുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്ത് പോവുകയാണെങ്കിലോ സൺലൈറ്റോ അതൊന്നും സൂര്യപ്രകാശം ഏൽക്കുന്നതോ അല്ലെങ്കിൽ വെയിലത്ത് ഞാനങ്ങ് ഇറങ്ങിയങ്ങ് നടക്കും. അതിപ്പം നമ്മൾ ട്രാഫിക്കിൽ ചെന്നാൽ തന്നെ ഒരു ട്രാഫിക്കിൽ സിഗ്നൽ വന്നാൽ തന്നെ വെയിലുള്ള ഒരു ഭാഗം കാണും, തണലുള്ള ഭാഗമാണ് കാണും. പക്ഷെ തണലുള്ള ഭാഗത്ത് ഉണ്ടെങ്കിൽ തന്നെയും ഞാൻ വെയിലുള്ള ഭാഗത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തി അവിടെ സിഗ്നലിൽ കാത്തു കെട്ടി നിൽക്കാറുള്ളൂ. കാര്യം അത്രയ്ക്ക് കെയർ ചെയ്യാതിരിക്കുന്നു. മിക്ക ബോയ്സും അങ്ങനെയാണ്. അവരാരും സ്കിൻ കെയർ ശ്രദ്ധിക്കാറില്ല, സ്വന്തം സ്കിന്ന് നോക്കാറില്ല. പക്ഷെ നമ്മുടെ സ്കിന്ന് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. നമ്മുടെ ഹെൽത്ത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സ്കിന്നും. അപ്പം ബോയ്സിൻ്റെ അടുത്ത് പ്രത്യേകം പറയാനുള്ളതാണ്, നിങ്ങളുടെ സ്കിന്ന് നമ്മൾ ശ്രദ്ധിച്ച് തുടങ്ങേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. അതപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം ഞാൻ പൊതുവെ വെയിലത്ത് ഇറങ്ങാറുണ്ട്, വണ്ടി ഓടിച്ച് പോകാറുണ്ട്. അപ്പോൾ മുഖത്ത് ശരിക്കും ടാൻ ആവുന്നുണ്ട്. അതേപോലെ തന്നെ നൈറ്റ് ഞാൻ ചില വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്, പ്രോജക്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ മിക്കപ്പോഴും എൻ്റെ കണ്ണിനടിയിൽ ഈ കറുപ്പ് ശരിക്കും നല്ല രീതിക്ക് കറുപ്പായിട്ടുണ്ട്. അതേപോലെ തന്നെ ചുണ്ടിൽ കറുപ്പ്, സിഗരറ്റ് വലിക്കുന്നൊന്നും അല്ല, പക്ഷെ പണ്ട് മുതലേ ചുണ്ടിൽ കറുപ്പുണ്ടായിരുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, ടാനൊക്കെ ശരിക്കും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും മിക്കവരും പറഞ്ഞും തുടങ്ങിയത്. കാരണം എൻ്റെ മുമ്പത്തെ പണ്ട് കുഞ്ഞിലുള്ള സ്കിന്നിൽ നിന്ന് വളരെയധികം വ്യത്യാസം പിന്നീടുള്ളത് വന്നപ്പോഴത്തേക്കും പൊതുവെ എല്ലാവരും പറയുമല്ലോ, കറുത്ത് പോയി അല്ലെങ്കിൽ മോശമായി പോയി, ഡള്ളായി പോയി എന്നുള്ളത്. നമ്മൾ നോർമൽ ഒരു സ്കിൻ കാണും, സ്കിന്ന് നിറം കാണും. അപ്പൊ അതിൽ നിന്ന് വേരിയേഷൻ വരുമ്പോഴാണ് ആളുകൾ ഓരോന്നൊക്കെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആളുകൾ പറയുന്നത്. അങ്ങനെ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് തന്നെ തോന്നി സ്കിന്നൊക്കെ ഡള്ളായിരിക്കുന്നു, ഒട്ടും ശ്രദ്ധയില്ല. അപ്പൊ നല്ല കണ്ണിൻ്റെ അടിയിലൊക്കെ നല്ല കറുപ്പ് വന്നു. അപ്പൊ അതപ്പോഴത്തേക്കും ഞാനൊന്ന് ശ്രദ്ധിക്കാമെന്ന് കരുതി അങ്ങനെ സ്കിൻ കെയർ ഒക്കെ ഞാൻ ചെയ്തു തുടങ്ങിയിരുന്നു. പക്ഷെ എന്നാൽ തന്നെയും നല്ലൊരു മാറ്റം വന്ന് പയ്യെ റിസൾട്ട് വരുന്നുള്ളൂ. ബോയ്സിനെ സംബന്ധിച്ച് നമുക്ക് ഈ വർക്കും കൂടെ നടക്കുന്നുണ്ട്. നമുക്ക് ഇതേന്നും പറഞ്ഞ് ഈ ഗേൾസിനെ പോലെ തന്നെ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാനോ നമ്മൾ ശ്രദ്ധിക്കാനോ അങ്ങനെ കെയർ ചെയ്യത്തൂല, ടൈമും കാണാറില്ല അധികം. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതിനാൽ ഞാൻ പ്രൊഡക്റ്റ് ഏതെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഒരു ആഡ് കണ്ടു. ഞാൻ ആഡ് കണ്ടിട്ടാണ് ഞാനിത് വാങ്ങുന്നത്. അങ്ങനെ ഞാൻ നെറ്റിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും അവരുടെ സൈറ്റും ഉണ്ട്, ആമസോണും ഉണ്ട്. പിന്നെ നമുക്ക് വാങ്ങാൻ എളുപ്പം ഇപ്പോഴും ആമസോൺ ആയതുകൊണ്ട്, സ്ഥിരം വാങ്ങുന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ആമസോണിൽ നിന്നായതുകൊണ്ട് ആമസോണിൽ ഓർഡർ കൊടുത്ത് ഞാൻ വാങ്ങി. അങ്ങനെ ഒരു മാസം ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും മാറ്റങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. പിന്നെ അധികം വലിയ റേറ്റും ഇല്ല. പിന്നെ നമുക്ക് നൈറ്റാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ നല്ലൊരു മാറ്റം വന്നു തുടങ്ങി. അപ്പോഴേ എനിക്ക് തോന്നി നിങ്ങളുടെ അടുത്തും കൂടി അത് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് കുറേ പേർക്ക് അത് ഉപകാരപ്പെടുമല്ലോ എന്ന് തോന്നി. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ലെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല, സ്വന്തം കൈശാല കാശ് കൊടുത്ത് വാങ്ങി യൂസ് ചെയ്ത് നല്ലതാണെന്ന് തോന്നി നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ശേഷ ആയുർവേദയുടെ റെഡ് സാൻഡൽവുഡ് കുങ്കുമാതി വൈറ്റ് നൈറ്റ് റിപ്പയർ ക്രീം എന്നുള്ളത്. ഇതാണ് ശേഷ ആയുർവേദയുടെ നൈറ്റ് ക്രീമാണ്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് റെഡ് സാൻഡൽവുഡ് ആണ്. ഒരു ചുമന്ന കളറാണ് സംഭവം. കണ്ട, ഇത്രയും ഞാൻ യൂസ് ചെയ്ത് കണ്ട, ഒരു മാസം യൂസ് ചെയ്ത് നല്ലൊരു മാറ്റമായിരുന്നു. ഇതിന്റെ റേറ്റ് ഒരു 560-550 അത്ര റേറ്റ് ആയിരുന്നു. കാര്യം ഞാൻ ആമസോണിൽ നിന്ന് വന്നപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു, പിന്നെ ഡെലിവറി ചാർജ് അവർ ഇട്ടിരുന്നു. അങ്ങനെ ആ ഒരു റേറ്റ് ആവും. അപ്പോൾ ഓഫറും മാറും, ഡെലിവറി ചാർജും ചിലപ്പോൾ ഡെലിവറി ചാർജ് കാണത്തില്ല. അപ്പം അങ്ങനെ റേറ്റ് വ്യത്യാസം വരാം. എന്തായാലും ഒരു 500-600 ഇടയിൽ എവിടെയെങ്കിലും ആയിരിക്കും റേറ്റ്. നമ്മുടെ സൈറ്റിൽ ഉണ്ട്, അതിന്റെ റേറ്റ് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. ഇപ്പം ഞാനിത് എങ്ങനെ ഇടേണ്ടതെന്നും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് ഞാൻ കാണിക്കാം. ആദ്യം നമുക്കൊന്ന് മുഖം നല്ലോണം ഒന്ന് വാഷ് ചെയ്യാം. ഫേസ് വാഷ് വെച്ചിട്ട്, കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫേസ് വാഷ്, നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ ഫേസ് വാഷ് നിങ്ങളുടെ കയ്യിൽ കാണുമല്ലോ, അത് വെച്ച് നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യാം. അപ്പം ഞാൻ ഫേസ് കഴുകിയിട്ട് അപ്പം ഞാൻ നല്ല രീതിയിൽ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഫേസ് നല്ല ഡേർട്ട് പോകണം. അതിന് ശേഷം ഈ ക്രീം എടുത്ത് വെച്ച് ഡോട്ടായിട്ട് നല്ല രീതിക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ നല്ല ഒരു കട്ടിക്കാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഡോട്ടായിട്ട് നല്ല അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ
നല്ല കട്ടിക്ക് വരും. അത് കണ്ണിന് ചുറ്റും ഇടുക. അതാകുമ്പോൾ കണ്ണിന് ഡാർക്ക് സർക്കിൾ നല്ല രീതിക്കുള്ളവർ കണ്ണിന് ഇച്ചിരി നല്ല രീതിക്ക് ഇടുക. എന്നും പറഞ്ഞ് കൂടി പോകരുത്. അത് കുറവുള്ളവർ ലൈറ്റായിട്ട് ഇട്ടാൽ മതി. ശേഷം നല്ല രീതിക്ക് തേച്ച് പിടിക്കുക. കഴുത്തിനും ചുറ്റും ഇടണം. കഴുത്തിന് ഫ്രണ്ടിലും അതിൻ്റെ പുറകുവശം ഡാർക്ക് സർക്കിൾ പോലെ ഉണ്ടെങ്കിൽ, പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ, ടാൻ ഉണ്ടെങ്കിൽ കഴുത്തിന് പുറകുവശവും ഇടുക. അതേപോലെ കഴുത്തിന് ചുറ്റും ഇടുക. നല്ലോണം തേച്ച് പിടിക്കുക. ഒരു റെഡ് കളറ് നിങ്ങളുടെ ഫേസ് വരും. ഒരു ചെറുതായിട്ടൊരു ഓയിലി ടൈപ്പാണ്. അത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട. പിന്നെ ഇടുമ്പോൾ ഫാനിൻ്റെ താഴെയായിട്ട് ഇരുന്നിടുക, അല്ലെങ്കിൽ വിയർക്കും. പിമ്പിൾസ് ഉള്ളവർക്ക് ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്നത് റെഡ് സാൻഡൽവുഡും അതുപോലെ കുങ്കുമാതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇതിന്റെ ഗുണങ്ങൾ അറിയാവുന്നതായിരിക്കും. ഡെഡ് സെല്ല് റിമൂവ് ചെയ്യും ഫേസിൽ. അതേപോലെ തന്നെ നല്ലോണം ടാൻ റിമൂവ് ചെയ്യും. ഞാൻ 1 മാസം യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായതാണ് നല്ലോണം. അതാണ് ഞാൻ ഇത് വീഡിയോ ആയിട്ട് ചെയ്യാൻ തന്നെ കാര്യം. എനിക്ക് നല്ല റിസൾട്ട് തോന്നി. അപ്പോൾ പിന്നെ ജെന്യുവൻ ആയിട്ട് തോന്നിയോണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് കരുതിയത്. അതേപോലെ തന്നെ സ്കിന്നിന്റെ കൂളിങ്ങും കാമായിട്ട് നിർത്തുന്നതിനെല്ലാം ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട് റെഡ് സാൻഡൽവുഡിന്. അതാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എൻ്റെ കണ്ണിന്റെ അടിയിൽ നല്ല ഡാർക്ക് സർക്കിൾ ഉണ്ടായിരുന്നു. നല്ല ഡാർക്കായിട്ട് ഇരുന്നായിരുന്നു കണ്ണിന്റെ അടിയിൽ. അത് എല്ലാവരും എടുത്ത് പറയുമായിരുന്നു എവിടെ ചെന്നാലും. അപ്പം അത് നല്ലോണം മാറ്റാൻ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഡോക്ടർ പറഞ്ഞിട്ടും അല്ലാതെയൊക്കെ കാര്യം എനിക്ക് നൈറ്റാണ് കൂടുതൽ വർക്ക് വരുന്നത്. അപ്പം ശരിക്ക് കണ്ണിന്റെ അടിയിൽ നല്ല ഇത് ഡാർക്ക് സർക്കിൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ ക്രീമൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്ടറിനെ കണ്ടിട്ടാണെങ്കിലും. അപ്പൊ പക്ഷെ അതൊന്നും യൂസ് ആയിട്ടില്ലായിരുന്നു. പക്ഷെ ഇതിട്ടപ്പം എനിക്ക് മാറി, നല്ലോണം മാറിയിട്ടുണ്ട്. നല്ല ഭയങ്കരമായിട്ട് മാറിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതേപോലെ തന്നെ പെട്ടെന്ന് റിസൾട്ടും കിട്ടത്തില്ല. എനിക്കൊരു 4-5 ദിവസം ഇട്ടപ്പോൾ തന്നെ ചെറിയൊരു മാറ്റം തോന്നി. പിന്നെ പോകെ എനിക്ക് നല്ല മാറ്റം മനസ്സിലായി. പിന്നെ ഇതിന്റെ ഒരു റേറ്റിനും, പിന്നെ ഇതൊരു ആയുർവേദ ക്രീമാണ്. അപ്പൊ അതിൻ്റെതായ റിസൾട്ടും അങ്ങനെ സ്പീഡിലൊന്നും നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. 3 മാസം നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതിന്റെ ഒരു റേറ്റ് ഞാൻ പറഞ്ഞില്ല, 500 തൊട്ട് 600 അതിന്റെ ഇടയിലാണ്. എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. കാര്യം തന്നെ പല റേറ്റ് വ്യത്യാസം വരും. ഞാനൊരു 560 ആ റേഞ്ചിലാണ് മേടിച്ചത്. ഓഫറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡെലിവറി ചാർജ് ഒക്കെ ഉണ്ട്. അത് വേരിയേഷൻ വരാം. പിന്നെ ഇവരുടെ സൈറ്റും അങ്ങനെയുണ്ട് ഉണ്ട്. അതിന് എനിക്ക് അറിയത്തില്ല കൃത്യമായിട്ട്. സൈറ്റ് ഞാൻ കണ്ടിരുന്നു, ഞാൻ എടുത്ത് നോക്കില്ല. ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയത്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം. പിന്നെ അതേപോലെ തന്നെ ഇതേപോലുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ ഇനി റിവ്യൂ ചെയ്യുന്നതായിരിക്കും. വേറെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം, അല്ലാതൊന്നുമില്ല. അപ്പൊ ഇതേപോലുള്ള വീഡിയോസ് ഇനിയും ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. ഇതേപോലെ ഏതെങ്കിലും പ്രൊഡക്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് റിവ്യൂ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിലൂടെ അറിയിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയിക്കാം. അതുപോലെ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിലൂടെ ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. അപ്പം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.